യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവും ആകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശങ്ങളിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്നത്. യേശു വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് കാണാതെ പോയത്? തിരുവചനം പറയുന്നു, യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവും ആകുന്നു. കാണാതെ പോയത് യഹോവയുടെ അംശമാണ്. കാണാതെ പോയത് യഹോവയുടെ അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും കാണാതെ പോയവരാണ്, മറഞ്ഞിരുന്നവരാണ്. കാണാതെ പോയ നമ്മെ അവൻ കണ്ടെത്തി. എവിടെയാണ് കണ്ടെത്തിയത്? മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലുമാണ് അവൻ കണ്ടത്. ഇരുട്ടിലിരുന്ന നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ ഭവനത്തിൽ ദൈവം നിങ്ങളെ കണ്ടു. മരുഭൂമി പോലെ വരണ്ടുണങ്ങിയ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ കണ്ടെത്തി. അവൻ നിങ്ങളെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ സൂക്ഷിച്ചു. ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കത് പറയാൻ കഴിയും, നിങ്ങൾക്കത് പാടുവാൻ കഴിയും. ദൈവം നിങ്ങളെ കണ്ടെത്തിയതാണ്. നിങ്ങൾ ദൈവത്തെ കണ്ടെത്തിയതല്ല, ദൈവമാണ് നിങ്ങളെ കണ്ടെത്തിയത്. എവിടെയാണ് കണ്ടെത്തിയത്? ഇരുട്ട് നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ ശൂന്യ പ്രദേശങ്ങളിലാണ് ദൈവം എന്നെ കണ്ടെത്തിയത്. ദൈവം എന്താണ് കണ്ടെത്തിയത്? ദൈവം കണ്ടെത്തിയത് അവൻ്റെ അംശത്തെയാണ്, അവൻ്റെ അവകാശത്തെയാണ്. പ്രിയപ്പെട്ടവർ, ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശം തരും എന്നല്ല ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന ആലോചന. ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരുമെന്നല്ല, ദൈവം കണ്ടെത്തിയത് ദൈവത്തിൻ്റെ അവകാശത്തെയാണ്. നീ ദൈവത്തിൻ്റെ അവകാശമാണ്, നീ ദൈവത്തിൻ്റെ അംശമാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി പിതാവ് പുത്രനെ ഏൽപ്പിച്ച് തന്നെങ്കിൽ നിങ്ങൾ ആരാണ്? പുത്രൻ്റെ ചങ്കിലെ ചോര കൊടുത്താലേ നിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയൂ എന്നറിഞ്ഞ ദൈവം ആ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത്, ചോര കൊടുത്ത് നിന്നെയും എന്നെയും സ്വന്തമാക്കാൻ തീരുമാനിച്ചെങ്കിൽ നാം ആരാണ്? വചനം പറയുന്നു, വി ആർ ദ പോർഷൻ ഓഫ് അവർ ലോർഡ്. നമ്മൾ യഹോവയുടെ അംശമാണ്, നമ്മൾ ദൈവത്തിൻ്റെ അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കണ്ടെത്തിയത് ദൈവത്തിൻ്റെ അവകാശത്തെയാണ്. ദൈവം കണ്ടെത്തിയത് കാണാതെ പോയ ദൈവത്തിൻ്റെ അംശത്തെയാണ്. ദൈവം നിങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ, ഇനി ആർക്കും അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. ശത്രുവിന് നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കില്ല. ദൈവം നിങ്ങളെ തള്ളിക്കളയില്ല, അനാഥരായി വിടില്ല, കൈവിടില്ല, ഉപേക്ഷിക്കില്ല. ദൈവം നിങ്ങളെ കണ്ടെത്തിയതാണ്, സ്വന്തമാക്കിയതാണ്. ഇനി ആർക്കും ദൈവം നിന്നെ വിട്ടുകൊടുക്കില്ല. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം നിന്നെ സൂക്ഷിക്കും. ഈ നിമിഷം വരെ സൂക്ഷിച്ചു, ഇനി സൂക്ഷിക്കും. കഴുകൻ തൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ
കുഞ്ഞിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് പോലെ അവൻ്റെ താഴ്ചയിൽ ഊഴ്ന്നിറങ്ങി പറന്നിറങ്ങി അവനെ വഹിക്കുന്നത് പോലെ, അവനെ വീണ്ടും പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ, കരുതുന്നത് പോലെ ശക്തമായ കരുതലുകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ദൈവം കണ്ടെത്തിയത് ദൈവത്തിൻ്റെ അംശത്തെയാണ്. നീ ദൈവത്തിൻ്റെ അംശമാണ്. നീ ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവം നിന്നെ ഒരു നാളും നഷ്ടപ്പെടുത്തുകയില്ല. വിശ്വസിക്ക്, അവൻ ഒരു നാളും നിന്നെ തള്ളിക്കളയില്ല. ദൈവത്തിൻ്റെ മഹത്വകരമായ കരുതലുകൾ നിന്നെ കാത്തിരിക്കുന്നു. ഇന്ന് പകൽ നീ അത് കാണാൻ പോവുകയാണ്. വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.